എസെക്കിയേൽ അധ്യായം 10. ഞാൻ നോക്കി, അതാ കെരൂബുകളുടെ മീതെയുള്ള വിതാനത്തിൽ അവയുടെ തലയ്ക്കു മുകളിലായി ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന്. അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു, നീ കെരൂബുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക. കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിന് മീതെ വിതറുക. ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി. അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂബുകൾ ആലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു. കർത്താവിൻ്റെ മഹത്വം കെരൂബുകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ പടിവാതിൽക്കലേക്ക് പോയി. ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു. അങ്കണമാകെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭയാൽ പൂരിതമായി. സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂബുകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു. അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന്, കെരൂബുകൾക്കിടയിൽ നിന്ന് അഗ്നിയെടുക്കുക എന്നാജ്ഞാപിച്ചപ്പോൾ അവൻ അകത്ത് കടന്ന് ചക്രത്തിന് സമീപം നിന്നു. കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു കെരൂബ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വെച്ചു. അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി. കെരൂബുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിൻ്റെ രൂപത്തിൽ എന്തോ ഒന്നുള്ളതായി കാണപ്പെട്ടു. ഞാൻ നോക്കി, അതാ കെരൂബുകളുടെ സമീപത്ത് 4 ചക്രങ്ങൾ, ഓരോ കെരൂബിനും സമീപത്ത് ഓരോ ചക്രം. ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ. 4നും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത്. ഒരു ചക്രം മറ്റൊന്നിനുള്ളിലെന്ന പോലെ കാണപ്പെട്ടു. 4 ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു. പോകുമ്പോൾ അവ ഇടം വലം തിരിയുകയില്ല. മുൻ ചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു. സഞ്ചരിക്കുമ്പോൾ അവ ഇടം വലം തിരിഞ്ഞിരുന്നില്ല. കെരൂബുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകളുണ്ടായിരുന്നു. ഞാൻ കേൾക്കെ തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന് പേർ വിളിക്കപ്പെട്ടു. ഓരോന്നിനും 4 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബിൻ്റേതുപോലെ, രണ്ടാമത്തേത് മനുഷ്യൻ്റേതുപോലെ, മൂന്നാമത്തേത് സിംഹത്തിൻ്റേതുപോലെ, നാലാമത്തേത് കഴുകൻ്റേതുപോലെ. കെരൂബുകൾ മുകളിലേക്ക് ഉയർന്നു. കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ. കെരൂബുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്ന് പോയി. കെരൂബുകൾ ഭൂമിയിൽ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപെട്ടില്ല. കെരൂബുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി. കെരൂബുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു. കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് പുറപ്പെട്ട് കെരൂബുകളുടെ മീതെ നിന്നു. ഞാൻ നോക്കി നിൽക്കെ കെരൂബുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു. അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തെങ്കൽ അവ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു. കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ. ഇവ കെരൂബുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായ രൂപവും. കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി. Chapter 10.
On the 5th day of the 6th month, in the 6th year, as I was sitting in my house, and the elders of Judah sat before me, the hand of the Lord God fell upon me there. I looked up, and saw a form that looked like a man. Downward from what seemed to be his waist there was fire. From his waist upward there seemed to be a brightness like the sheen of electrum. He stretched out what appeared to be a hand, and seized me by the hair of my head. I saw there the glory of the God of Israel, like the vision I had seen in the plain. The cherubim were stationed to the right of the temple. These were the living creatures I had seen beneath the God of Israel by the river Chebar, whom I now recognized to be cherubim. Each had 4 faces and 4 wings. Something like human hands were under their wings. Their faces looked just like those I had seen by the river Chebar. Each one went straight forward. Each had 4 faces. The first face was that of an ox, the second that of a man, the third that of a lion, and the fourth that of an eagle. Such were the living creatures I had seen by the river Chebar. I also saw 4 wheels beside them, 1 wheel beside each cherub. The wheels appeared to have the luster of chrysolite stone. All 4 of them seemed to be made the same, as though there were a wheel within a wheel. When they moved, they went in any one of their 4 directions without veering as they moved, for in whichever direction they were faced, they went straight towards it without veering as they moved. The rims of the 4 wheels were full of eyes all around. I heard the wheels given the name wheelwork. When the cherubim moved, the wheels went beside them. When the cherubim lifted their wings to rise from the earth, even then the wheels did not leave their sides. When they stood still, the wheels stood still. When they rose, the wheels rose with them, for the living creature's spirit was in them. I looked and saw in the firmament above the cherubim what appeared to be sapphire stone. Something like a throne could be seen upon it. He said to the man dressed in linen, "Go within the wheelwork under the cherubim, fill both your hands with burning coals from among the cherubim, then scatter them over the city." As I looked on, he entered. The glory of the God of Israel had gone up from the cherubim upon which it had been to the threshold of the temple. As the man entered, the cloud filled the inner court, and the glory of the Lord rose from over the cherubim to the threshold of the temple. The temple was filled with the cloud, and all the court was bright with the glory of the Lord. The noise of the wings of the cherubim could be heard as far as the outer court. It was like the voice of God, the Almighty, when he speaks. When he had commanded the man dressed in linen to take fire from within the wheelwork among the cherubim, the man entered and stood by one of the wheels. Thereupon its cherub stretched out his hand toward the fire that was among the cherubim. He took up some of it and put it in the hands of the one dressed in linen, who took it and came out. Something like human hands could be seen under the wings of the cherubim. Then the glory of the Lord left the threshold of the temple and rested upon the cherubim. These lifted their wings, and I saw them rise from the earth, the wheels rising along with them. They stood at the entrance of the eastern gate of the Lord's house, and the glory of the God of Israel was up above them. Then the cherubim lifted their wings, and the wheels went along with them, while up above them was the glory of the God of Israel. And the glory of the Lord rose from the city, and took a stand on the mountain which is to the east of the city.